ഹായ് എവ്രി വൺ, അസ്സാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ വില്ലയിൽ എല്ലാവരും കൂടെ നോമ്പുതുറ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. റെസിപ്പിയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഓരോ വീട്ടിൽ ഓരോ സ്നാക്സൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ മെയിൻ ഫുഡ് ഐറ്റം നമ്മൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ബ്രെഡ് ബോക്സ് ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചിക്കനൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ്. ഇനി അതിന് വേണ്ടിയിട്ടുള്ള ഡോ റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ കുറച്ച് പഞ്ചസാര, പിന്നെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു മുട്ടയും കൂടെ ആവശ്യമുണ്ട്. അതും കൂടെ ഒഴിച്ചിട്ട് കുറച്ച് വെള്ളത്തിലൊന്ന് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു. കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡോ നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം പിന്നെ ഒന്ന് എണ്ണയൊക്കെ തടവിയിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. അപ്പോൾ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തേങ്ങ വറുത്തെടുക്കുക, അങ്ങനെ കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്യാനുണ്ട് കേട്ടോ. കറി നമ്മളെല്ലാവരും കൂടെ അപ്പുറത്ത് വില്ലയിൽ നിന്ന് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളിയും അതുപോലെ തേങ്ങ വറുത്തതും ഞാൻ കൊണ്ടുവരാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ അത് ഓരോരുത്തർക്കും ഓരോ ടാസ്ക്കാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇതാണ്. അതുപോലെ നാരങ്ങ വെള്ളം ഉണ്ടാക്കുക, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇത് ഫില്ലിങ്ങിലേക്കുള്ള സവാളയാണ്. ഫില്ലിങ്ങിലേക്ക് കുറച്ച് പൊട്ടാറ്റോ കൂടെ ആവശ്യമുണ്ട്. അപ്പോൾ അതൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. പൊട്ടാറ്റോ ജസ്റ്റ് നടുവിലൂടെ കട്ട് ചെയ്തിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് പുഴുങ്ങിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള പാന് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ്. ഫില്ലിങ്ങിലേക്ക് കുറച്ചധികം ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ല, ഇഞ്ചി മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉലുവപ്പൊടി ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ നല്ലത്. പിന്നെ കറിവേപ്പിലയും അതുപോലെ പച്ചമുളക് ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയും കാര്യങ്ങളാണ് മസാലപ്പൊടികളായിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പൊട്ടാറ്റോ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. ചൂടാറിയിട്ട് തൊലി കളഞ്ഞിട്ട് വേണം കട്ട് ചെയ്തിടാൻ. അപ്പോൾ ഈ കുക്കറിൽ തന്നെ നമ്മൾ ചിക്കനും ഈ ഒരു ഫില്ലിങ്ങിലേക്കുള്ള ചിക്കനും ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇനി ഇതൊരു 2 വിസിലൊന്ന് വേവിച്ചെടുക്കുകയാണ്. സവാളയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് ഇനി പൊട്ടാറ്റോ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇനി ചിക്കനും കൂടെ ചേർക്കാനുണ്ടല്ലോ. അപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് പൊട്ടാറ്റോ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തു.
പിന്നെ അതാ ചിക്കനും വെന്ത് വന്നപ്പോൾ അതിലത്തെ സ്റ്റോക്കൊക്കെ മാറ്റിയിട്ട് സ്റ്റോക്ക് നമ്മൾ വഴറ്റി വെച്ചിട്ടുള്ള ഈ ഒരു മസാലയിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടാക്കിയിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി വേവിച്ചിട്ടുള്ള ചിക്കൻ എല്ലൊക്കെ മാറ്റിയിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഈ ഒരു ഫില്ലിങ്ങിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ സ്റ്റോക്ക് മൊത്തം ഈ ഒരു ഫില്ലിങ്ങിലേക്ക് ഒഴിച്ചിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫില്ലിങ്ങിന് ആ ഒരു ചിക്കൻ്റെ ഒരു ടേസ്റ്റ് മൊത്തമായിട്ട് കിട്ടുമല്ലോ. പിന്നെ മല്ലിയില ഇട്ട് കഴിഞ്ഞാൽ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കറിയിലേക്കുള്ള തേങ്ങ നേരത്തെ വറുത്ത് വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഒന്ന് അരച്ചെടുക്കാനുണ്ട്. ഉച്ചയ്ക്കൊരു 1:30-2 മണിയൊക്കെ ആകുമ്പോഴാണ് കറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുക. അപ്പോഴേക്ക് നമ്മളുടെ സ്നാക്കിൻ്റെ പരിപാടികൾ കഴിച്ച് വെക്കുകയാണ്. സ്നാക്ക് ഫ്രൈ ആക്കാതെ ജസ്റ്റ് അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കണുള്ളൂ കേട്ടോ. അപ്പോൾ തേങ്ങയൊന്ന് അരച്ചെടുക്കട്ടെ. അതുപോലെ നാരങ്ങ വെള്ളവും ആദ്യം തന്നെ റെഡിയാക്കി വെക്കട്ടെ. തേങ്ങ വറുത്തത് അരച്ചെടുത്തു. ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കട്ടെ കേട്ടോ. അപ്പം നാരങ്ങ വെള്ളത്തിലേക്കുള്ള പഞ്ചസാരയൊക്കെ നന്നായിട്ട് ഇളക്കിയിട്ട് അങ്ങനെ ഫ്രിഡ്ജിലേക്ക് വെക്കാണ്ട് ചെയ്യണത്. എന്നിട്ട് പിന്നെ അത് വൈകുന്നേരം എടുത്താൽ മതിയല്ലോ. ഇനി നമ്മളുടെ സ്നാക്ക് ഫില്ല് ചെയ്തിട്ടൊന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ ആദ്യം ബ്രെഡിലെല്ലാം ഇത് ഫില്ല് ചെയ്തിട്ട് വെച്ചിട്ട് പിന്നെ മൈദ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് അതിൽ കവർ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ എല്ലാ ബ്രെഡിലും ഫില്ലിങ് വെച്ചിട്ട് അടച്ചു വെച്ചു. ഇനി നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മൈദയുടെ ഡോ എടുത്തിട്ട് ചെറിയ ബോൾസ് ആക്കിയിട്ട് പരത്തിയെടുത്തിട്ട് അതിനുള്ളിൽ ഈ ഒരു ബ്രെഡ് വെച്ചിട്ട് ഒട്ടിച്ചെടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ വെച്ചിട്ട് 4 ഭാഗവും മടക്കിയിട്ട് ഒരു ബോക്സ് പോലെ ആക്കിയെടുക്കുക. അപ്പോൾ നമ്മൾ ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് വെള്ളം ഒന്നാക്കിയിട്ട് ഒട്ടിച്ചെടുക്കണേ ഉള്ളൂ കേട്ടോ. ഇനി എല്ലാം ഇതുപോലെ ചെയ്തിട്ട് ഇപ്പോൾ ജസ്റ്റ് ഇതൊന്ന് ഇവിടെ തന്നെ വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി വൈകുന്നേരം നമ്മളൊരു 5 മണി 5:30 ആകുമ്പോൾ ഫ്രൈ ചെയ്തെടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതാ എല്ലാം റെഡിയാക്കി എടുത്തിട്ട് ഇതുപോലെ ന്യൂസ് പേപ്പർ കൊണ്ട് ഒന്ന് കവർ ചെയ്ത് വെക്കുകയാണ് കേട്ടോ. ഇത് കവർ ചെയ്തെടുക്കാൻ പാകത്തിനുള്ള മൂടിയും അടപ്പൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഇങ്ങനെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ അപ്പുറത്തെ വീട്ടിൽ നമ്മളുടെ മുന്നിലുള്ള വീട്ടിലേക്ക് പോവുകയാണ്. അവിടെയാണ് കറി ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് നമ്മളെ ഫ്രണ്ടിലുള്ള ജലീൽ ഖാൻ്റെയും ലാലിത്താൻ്റെയും വീട്ടിലാണ് കേട്ടോ. അപ്പോൾ അവിടെ വേറെയും അപ്പുറത്തെ വില്ലയിലുള്ള സജിലിത്തിയും ഫൗസിയത്തിയും അവരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ 3-4 കൂടെ കൂടിയിട്ടാണ് കറിയൊക്കെ ഉണ്ടാക്കുന്നത്. അതുപോലെ തരിക്കഞ്ഞി ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തർ ഓരോ പണികളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഫ്രൂട്ട്സൊക്കെ ഇനി കട്ട് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇവിടുന്ന് അങ്ങനെ ചെയ്യുകയാണ് ചെയ്യണത്. ഇതിലേക്കൊക്കെയുള്ള പൊറാട്ടയും പത്തിരിയും ഒക്കെ പുറത്തുനിന്ന് കൊണ്ടുവരും കേട്ടോ. പിന്നെ ബിരിയാണിയും അതുപോലെ പുറത്ത് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇനി ഫ്രൂട്ട്സ് കട്ട് ചെയ്യാണ്. അപ്പം എൻ്റെ കൂടെ ഫ്രൂട്ട്സ് കട്ട് ചെയ്യണത് നീതു ആണ്. നീതുവിൻ്റെ ഫേസ് അങ്ങനെ വീഡിയോയിൽ കിട്ടിയിട്ടില്ല, ഷെയ്സ് എടുത്തുന്ന വീഡിയോ ആണ് കേട്ടോ. അങ്ങനെ ഇതാ കറി ഓൾമോസ്റ്റ് സെറ്റായി. ഇതാ ഈ വീഡിയോയിൽ നീതുവിനെ കാണുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും നമ്മളുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി സ്നാക്ക് ഫ്രൈ ചെയ്യാനൊക്കെ തുടങ്ങണം. ഇപ്പോൾ ഒരു 5:30 ആയപ്പോഴാണ് സ്നാക്സൊക്കെ ഫ്രൈ ചെയ്ത് തുടങ്ങണത് കേട്ടോ. ഇതിന് പുറമേയുള്ള ഈ മൈദ മാത്രം വേവാനുള്ളൂ. ബാക്കി അതിനുള്ളിലുള്ള ബ്രെഡായാലും ഫില്ലിങ്സൊക്കെ വെന്തതാണല്ലോ. അതുകൊണ്ട് നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വേഗത്തിലൊന്ന് പൊരിച്ചെടുക്കാനുള്ളതേ ഉള്ളൂ. ഇതൊക്കെ വേഗത്തിൽ ഫ്രൈ ആയി കിട്ടുകയും ചെയ്യും കേട്ടോ. എണ്ണ ചൂടായി കഴിഞ്ഞാൽ പെട്ടെന്ന് ആവും. ഇതവിടെ ടേബിളും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ വില്ലയിലുള്ള താമസക്കാർ മാത്രമല്ല കേട്ടോ,
നമ്മൾ കുറച്ച് നൈബേഴ്സിനെയും വിളിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ വാർഡ് കൗൺസിലറിനെയും അവരൊക്കെ വിളിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ബ്രെഡ് ബോക്സ് ഒന്ന് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ വെക്കുന്നത്. ഇത് കട്ട് ചെയ്താൽ തന്നെ നല്ല ഹെവി ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ എന്തായാലും ഇത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാ ടേബിളിലൊക്കെ അറേഞ്ച് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ആദ്യം എല്ലാം മുറ്റത്ത് തന്നെയാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചെറുതായിട്ടൊരു ചാറ്റൽ മഴ വന്നു. അപ്പോൾ ഇനി ഭയങ്കരമായിട്ട് മഴ പെയ്താലോ വിചാരിച്ചിട്ട് പിന്നെയും അറേഞ്ച് ചെയ്തതൊക്കെ മാറ്റി, പിന്നെ എല്ലാം ഷെഡിനുള്ളിലേക്കൊക്കെ, ഓരോരുത്തരുടെ കാർ ഷെഡിനുള്ളിലേക്കൊക്കെ ആയിട്ട് ടേബിളൊക്കെ മാറ്റി. അപ്പോൾ ഇതാ ഇങ്ങനെയായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒക്കെ മാറ്റേണ്ടി വന്നു കേട്ടോ. പിന്നെ മഴയൊന്നും അങ്ങനെ പ്രശ്നമാക്കിയൊന്നുമില്ല കേട്ടോ. ചെറിയൊരു ചാറ്റൽ മഴ വന്നു എന്ന് മാത്രം. പിന്നെ നമ്മൾ ബുദ്ധിമുട്ടാവണ്ട വിചാരിച്ചിട്ട് വേഗം ഷെഡിലേക്ക് തന്നെ മാറ്റിയിട്ടാണ് ചെയ്തത്. അപ്പോൾ എന്തായാലും എല്ലാവരും തകൃതിയായിട്ട് വളമ്പണ്ണയും ഒക്കെ തിരക്കിലാണ്. നമുക്കിത് ക്യാമറയിൽ കിട്ടണം. മണികൾ തിന്നാലില്ല, തിന്നിക്കില്ല. റഹ്മാൻ ഖാന്റെ ആൾക്കാർ എല്ലാം റെക്കോർഡിംഗ് ഉണ്ട് ഇപ്പൊ. ഇതിലേക്ക് കിട്ടുന്നുണ്ട്. അവിടെ ഒരു ടേബിൾ ഉണ്ടല്ലേ. അങ്ങനെ ഞങ്ങളെല്ലാവരും നോമ്പൊക്കെ തുറന്നു. നമ്മൾ താമസാക്കിയിട്ട് ആദ്യമായിട്ടാണ് ഇതുപോലൊരു ഞങ്ങൾ വില്ലക്കാരെല്ലാവരും കൂടെ കൂടിയിട്ടുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത്. അപ്പോൾ എല്ലാം നല്ല സന്തോഷമായിട്ട് കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.